ഹലോ, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാകെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുറുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വലിയവർക്കും അതുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ ഒരു ഡോ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നൂൽപുട്ടിന് അച്ചെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഈ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം അച്ചിലേക്ക് ചേർക്കാനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഏത് ഷേപ്പ് വാങ്ങിച്ചാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് റൗണ്ടായിട്ട് മുറുക്ക് പോലെ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വീശി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്മസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലേസ് കഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.